അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദ്രസ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 9544186372. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള AP സിലബസ് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും ഖുർആൻ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ട്യൂഷനായിട്ട് മദ്രസ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ദുറൂസാണ്. അതിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതുപോലെ ആ ഒരു പാഠഭാഗം നന്നായിട്ട് വിശദീകരിച്ച് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. നമുക്കറിയാമല്ലേ, നമുക്കൊരുപാട് ബന്ധുക്കളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ കുടുംബക്കാരായിട്ട് തെറ്റി നിൽക്കാതെ അവരുമായിട്ട് നല്ലൊരു സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. അവരുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴിയോ എങ്ങനെയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കുടുംബക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ? അപ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക? റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ നല്ലൊരു സ്നേഹം വർദ്ധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് കുടുംബക്കാരുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധം പുലർത്താൻ സാധിക്കും? കുടുംബക്കാരായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കുടുംബക്കാരെ നമ്മളെ വീട്ടിലോട്ട് സൽക്കരിക്കാൻ പറ്റും അല്ലേ? സൽക്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബക്കാരായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് സ്വതക്ക ചെയ്തുകൊണ്ട് നമുക്ക് ബന്ധം പുലർത്താൻ പറ്റും. പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ വീട്ടിൽ സന്ദർശിച്ചുകൊണ്ട് അതുപോലെ അവർക്ക് ഹദിയ നൽകുക. ഇതിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു കുടുംബക്കാരുമായിട്ട് ബന്ധം നിലനിർത്താൻ സാധിക്കും. അവർ വഴി ഫോൺ വഴി നമുക്ക് അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, രോഗിയായാൽ അവരൊരു രോഗിയായി ചെന്ന സമയത്ത് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുകൊള്ളുക. അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാകുന്ന സമയത്ത് അവരെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സങ്കടത്തിൽ നിന്നും അവർക്ക് വിമുക്തരാകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്കെന്താണ്, കുടുംബക്കാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്താൻ സാധിക്കുന്ന ഓരോ രീതികളാണ് നമുക്കിവിടെ മുമ്പിൽ പറയുന്നുണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കുടുംബക്കാരുമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ബന്ധം പുലർത്താമെന്ന് ചോദിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പഠിച്ചിരിക്കണം എന്നൊന്നുമില്ല, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 എണ്ണം എന്തായാലും പഠിച്ചിരിക്കുക. കുടുംബക്കാരായിട്ട് സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, അവർക്ക് ഹദിയ ചെയ്യുക, അവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷവാന്മാരാകുക, അവരുടെ ദുഃഖത്തിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കിതിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ, പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. എന്താണ്, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ അവൻ്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. നമ്മൾ ഖിയാമത്ത് നാൾ അന്ത്യനാളിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നെങ്കിൽ അവരോട് പറഞ്ഞിട്ടുള്ള എന്താണ്, തീർച്ചയായിട്ടും അവരെ കുടുംബത്തെ ചേർത്ത് പിടിക്കട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ കുടുംബക്കാരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം പുലർത്തുന്നതിലൂടെ നമുക്കാണ് നല്ലൊരു നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇവിടെ മിക്കവാറും നമുക്ക് എന്ത് ചെയ്യാണ്, പൂർത്തിയാക്കാനായിരിക്കും, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. മൻ കാന ഡാഷ് ഫൽയസിൽ റഹിമഹു എന്നിങ്ങനെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു, അതിൻ്റെ അതിൻ്റെ അർത്ഥം എഴുതാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ
കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ എന്ന് നിങ്ങൾ അർത്ഥം എഴുതുക. പിന്നെ അടുത്ത ചോദ്യം നോക്കിയേ, കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുപോലെ എക്സാമിന് പ്രതീക്ഷിക്കാം. കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് അല്ലേ. നമുക്ക് റിസ്ക് വിശാലമാക്കും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം അല്ലേ വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും. ഇതെന്തായാലും ക്വസ്റ്റ്യന് നിങ്ങൾ പ്രതീക്ഷിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, കുടുംബബന്ധം എങ്ങനെയൊക്കെ നിലനിർത്താൻ സാധിക്കും, കുടുംബം ബന്ധം എങ്ങനെയൊക്കെ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് അല്ലേ. അതിൽ ഫുള്ളായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതൊക്കെ ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, ഇത്രയൊക്കെ എഴുതിയാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ദുറൂസിൽ സിമ്പിളായിട്ട് അല്ലേ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇനി വരുന്ന എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് എല്ലാവരും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ആരാണ് കുടുംബക്കാർ? സിമ്പിളാണ് അല്ലേ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. എന്താണ്? നമ്മുടെ ഉമ്മയുമായോ ഉപ്പയുമായോ ഒക്കെ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ കേട്ടോ. ഈ ഒരു ചോദ്യവും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എക്സാം വരെ നല്ല രീതിയിൽ കേൾക്കുക. എന്നിട്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എൻ്റെ ക്ലാസ്സിന് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് അപ്പോൾ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു കുടുംബമരം നിർമ്മിക്കാനുണ്ട് അല്ലേ. കുടുംബമരം നമ്മുടെ ഉപ്പയുടെ കുടുംബവും ഉമ്മയുടെ കുടുംബമൊക്കെ ആയിട്ടുള്ളൊരു മാതൃക മരം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഖാലുൻ, പിന്നെ അതുപോലെ ഉമ്മുൻ, ജദ്ദത്തുൻ, ഇങ്ങനെ നമ്മൾ ഇങ്ങനൊരു കുടുംബമരം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും എക്സാമിന് ചോദിക്കൂല. ഇത് നമ്മളൊരു മാതൃക, നമ്മുടെ ഉപ്പയുടെ കുടുംബം അതുപോലെ ഉമ്മയുടെ കുടുംബം എന്നതിനൊക്കെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ, നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ തന്നെ ഞാൻ ലിസാനുൽ ഖുർആനിൻ്റെ 4th ചാപ്റ്റർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.